നമുക്കിനി രസം ഉണ്ടാക്കാം. ഇതിലേക്കൊരു 3 തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പുളിവെള്ളത്തിനായിട്ട് വാളംപുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമല്ലി, കുരുമുളക്, ജീരകവും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളി വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസ് കായം ചേർത്ത് കൊടുക്കാം. കായോ കായപ്പൊടിയോ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നല്ല തിളക്കായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒരു തിളയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഈസി ആൻഡ് സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.